Hey guys, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് G മേജർ കോഡാണ്. അപ്പോൾ G മേജർ കോഡ് ഒരു ബേസിക് കോഡാണ്. നമ്മളെ C മേജർ കോഡ് ഫാമിലിയിൽ 5th കോഡാണ് G മേജർ കോഡ്. അപ്പോൾ G മേജർ കോഡ് പ്ലേ ചെയ്യാൻ രണ്ട് വേരിയേഷൻ ഉണ്ട്. ഒന്ന് 3 ഫിംഗേഴ്സ് വെച്ചിട്ടും പ്ലേ ചെയ്യാം, വേറെ ഒന്ന് 4 ഫിംഗേഴ്സ് വെച്ചിട്ടും പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് രീതിയും കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കോഡ് ഡയഗ്രാംസ് റീഡ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കോഡ് ഡയഗ്രാംസ്, കോഡ് ചാർട്ട്സ്, അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ G മേജറാണ്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 3 ഫിംഗർ വേരിയേഷനാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗറും തേർഡ് ഫിംഗറുമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കോഡ് ചാർട്ട് നോക്കിയാൽ അതിൽ നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിലെ 5th സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിംഗർ എടുത്തിട്ട് സെക്കൻഡ് ഫ്രെറ്റിലെ 5th സ്ട്രിങ് 1 2 3 4 5 5th സ്ട്രിങ് ഇവിടെ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത് തേർഡ് ഫ്രെറ്റിൽ 6th സ്ട്രിങ്ങിലാണ്, ഏറ്റവും ടോപ്പിൽ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫിംഗർ എടുത്തിട്ട് 6th സ്ട്രിങ്ങിൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യും, നടുക്കിൽ. എന്നിട്ട് നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത് തേർഡ് ഫ്രെറ്റിൽ തന്നെ, പക്ഷേ ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്, ഏറ്റവും ബോട്ടമിൽ. അപ്പോൾ നമ്മൾ തേർഡ് ഫിംഗർ എടുത്തിട്ട് തേർഡ് ഫ്രെറ്റിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഇവിടെ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കോഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് വരികയാണെങ്കിൽ അത് ശകലം ഇങ്ങനെ ആംഗിൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അത് പ്ലേ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ കോഡ് ഷേപ്പ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ, എന്നാൽ ഫുള്ളായിട്ട് റിങ് ആവും. നമ്മൾ ഈ കോഡ് ഷേപ്പ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ പ്ലേ ചെയ്യേണ്ടത് 6th സ്ട്രിങ് തൊട്ടാണ്. അപ്പോൾ നമ്മൾ കോഡ് ചാർട്ട് നോക്കിയാൽ അതിൽ എക്സ് എന്നുള്ള ലെറ്റർ ഒരു സ്ട്രിങ്ങിലും ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാ സ്ട്രിങ്ങും പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 6th സ്ട്രിങ് തൊട്ട് ഇങ്ങനെ പ്ലേ ചെയ്യും. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് റിങ് ആവണില്ലെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് പിടിച്ചാൽ മതി. അപ്പോൾ എല്ലാ സ്ട്രിങ്ങും നല്ലപോലെ റിങ് ആവും. അപ്പോൾ ഇതാണ് ഒരു 3 ഫിംഗർ വേരിയേഷൻ്റെ G മേജർ കോഡ്. ഇനി അടുത്ത് നമുക്ക് 4 ഫിംഗർ വേരിയേഷൻ നോക്കാം. 4 ഫിംഗർ വേരിയേഷനിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഫിംഗറും സെക്കൻഡ് ഫിംഗറും അവിടെ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. നമ്മൾ തേർഡ് ഫിംഗർ മാത്രമാണ് പൊസിഷൻ ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഈ 4 ഫിംഗർ വേരിയേഷനിൽ നമ്മൾ ഫസ്റ്റ് ഫിംഗർ വയ്ക്കേണ്ടത് സെയിം പൊസിഷനിലാണ്, സെക്കൻഡ് ഫ്രെറ്റിലെ 5th സ്ട്രിങ്ങിൽ ഇവിടെ. നമ്മൾ സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത് സെയിം പൊസിഷനിലാണ്, തേർഡ് ഫ്രെറ്റിലെ 6th സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ തേർഡ് ഫിംഗറാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത് നമ്മൾ തേർഡ് ഫ്രെറ്റിൽ തന്നെ, പക്ഷേ സെക്കൻഡ് സ്ട്രിങ്ങിൽ. അപ്പോൾ നമ്മൾ ഈ തേർഡ് ഫിംഗറിൽ വേരിയേഷനിൽ വെച്ചിരുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. നമ്മൾ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് അതിനെ തൊട്ട് മുകളിലത്തെ സ്ട്രിങ്ങിൽ ഇങ്ങനെ വയ്ക്കും, സെക്കൻഡ് സ്ട്രിങ്ങിൽ. എന്നിട്ട് നമ്മൾ ഈ 4th ഫിംഗർ വെക്കേണ്ടത് ഈ ഫസ്റ്റ് സ്ട്രിങ്ങിൽ, തേർഡ് ഫ്രെറ്റിൽ തന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ആണ് ഈ 4th ഫിംഗർ വെക്കേണ്ടത് ഇങ്ങനെ. എന്നിട്ട് നിങ്ങൾക്കാണെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നെങ്കിൽ ഇങ്ങനെ ശകലം ഇങ്ങനെ ഈ ആംഗിൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്താൽ കുറച്ചുകൂടി ഈസിയർ ആവും പ്ലേ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ 6th സ്ട്രിങ് തൊട്ട് പ്ലേ ചെയ്യും. ഇങ്ങനെയാണ് ഒരു G മേജർ കോഡ് പ്ലേ ചെയ്യേണ്ടത്. ഇതൊരു 4 ഫിംഗർ വേരിയേഷനാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളെ കംഫർട്ട് അനുസരിച്ചാണ്. നല്ല രീതിയിൽ കോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഫിംഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിയർ 3 ഫിംഗേഴ്സും യൂസ് ചെയ്യാം. രണ്ടും ഈസിയാണ്, ചെറിയ മാറ്റമുള്ളൂ. ഈ ഫസ്റ്റ് 2 ഫിംഗേഴ്സ് അവിടെ തന്നെ ഇരിക്കും. ഈ തേർഡ് ഫിംഗർ നമ്മൾ മുകളിലത്തെ സ്ട്രിങ്ങിൽ വയ്ക്കും, തൊട്ട് മുകളിലത്തെ. എന്നിട്ട് 4th ഫിംഗർ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു G മേജർ കോഡ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ റിങ് ആവില്ല, അത് കാര്യമാക്കണ്ട. അതാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്തോറും കുറച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. ടൈറ്റായിട്ട് പ്രസ് ചെയ്യുന്തോറും ആ ഫിംഗർ സ്ട്രെങ്ത് കൂടുന്തോറും നിങ്ങൾക്ക് നല്ലപോലെ ആ കോഡ് റിങ് ആവും. അപ്പോൾ ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സെഷൻ വീഡിയോ ഞാൻ ഉടനെ ഇടാം. എങ്ങനെയാണ് ഒരു കോഡിൽ നിന്ന് അടുത്ത കോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണതും അതിൻ്റെ ടൈമിംഗ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം.